കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം എൻ്റെ 23-ാമത്തെ വാക്യം. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് ഈ ദൈവവചനം വായിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം ഒരേ സമയം സമീപസ്ഥനുമാണ് ദൂരസ്ഥനുമാണ്. ഹല്ലേലൂയ. അപ്പം നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമുക്ക് സമീപസ്ഥനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ദൂരസ്ഥനായ ദൈവവും നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൂരസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും സമീപസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഈ ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നതെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയുന്നത്. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മളിൽ ദൈവം സദാസമയം വസിക്കുമ്പോൾ തന്നെ അവൻ സമീപസ്ഥനായി നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ തന്നെ ഈ ദൂരസ്ഥനായ ദൈവം നമ്മളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, നാം പരിസരം മറന്ന് ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. ഒരേ സമയം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേൻ നമ്മുടെ ദൈവാഭിഷേകങ്ങൾ കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കിഷ്ടം പോലെ അടിച്ചുപൊളിച്ച് ജീവിക്കാം. പക്ഷേ അത് ദൈവകൃപയിലായിരിക്കണം, ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. പലരും ജീവിതം അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ദൈവത്തെ ആരാധിച്ചും ദൈവത്തിനെ പുകഴ്ത്തിയും അവൻ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ദൂരസ്ഥനായ ദൈവത്തെയും സമീപസ്ഥനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കുന്ന ആമേൻ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ ഇതെല്ലാം ആമേൻ കേൾക്കുന്ന നമ്മുടെ ദൈവമാണ്. അവിടെ നമ്മുടെ ദൈവത്തിന് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ദൂരത്തും ചാരത്തുമൊക്കെ പലരും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്താണ് ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നത്. ഞാൻ ഈ ദൈവവചനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലരും ഒക്കെ എൻ്റെ അരികിൽ വരാറുണ്ട്, അവരുടെ വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവരുടെ കണ്ണുനീര് കാണുമ്പോൾ, അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ, അവർ കടന്നു പോകുന്ന ഭയാനകമായ അവസ്ഥയിൽ അവരുടെ വിഷയങ്ങൾ അവർ നമ്മളോട് അവതരിപ്പിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ആമേൻ നമ്മുടെ ദൈവം സമീപസ്ഥനാണ്, അപ്പോൾ തന്നെ അവൻ ദൂരസ്ഥനാണ്. ആ സമയം തന്നെ അവൻ നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമാണ്. അതേ സ്നേഹിത, ദൈവം മാറ്റമില്ലാത്തവനാണ്. മനുഷ്യൻ മാറിപ്പോകുന്നവനാണ്. മനുഷ്യൻ്റെ ചിന്താഗതികളൊക്കെ മാറിപ്പോകും, മനുഷ്യൻ്റെ രീതികളൊക്കെ മാറിപ്പോകും. ഹല്ലേലൂയ. മനുഷ്യന് പണം പെരുകുമ്പോൾ അവൻ ദൈവത്തെ അറിയാതെ വരെ പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കണം. ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുക എന്ന് പറയുന്നത് ഹല്ലേലൂയ ജീവിതത്തിലൊരു ആനന്ദമാണ്. ലോകത്തിൽ അനവധി ആളുകൾ നമ്മോട് ചേർന്ന് നടക്കും. അവർ നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കും. നമ്മളെ കൊണ്ടു നടക്കാൻ അനവധി ആൾ കാണും. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ സമീപസ്ഥനായ ദൂരസ്ഥനായ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കുന്ന വാസം ചെയ്യുന്ന ദൈവം നമ്മോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ അല്ലലുകളെല്ലാം മാറും. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ എത്രമാത്രം പ്രതിസന്ധിയുടെ കടന്നു പോകുന്നവനാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ നീ നേരിടുന്നുണ്ട്. ആമേൻ. നിനക്ക് വഹിക്കാൻ കഴിയാത്ത അനവധി സാഹചര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നീ തളരാതെ സമീപസ്ഥനായ ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതം ആമേൻ ഹല്ലേലൂയ നാം സന്തോഷിക്കണം, അത് ആസ്വദിക്കണം, ആനന്ദിക്കണം.
അത് യഹോവ നല്ലവനെന്ന് ഹല്ലേലൂയ നിങ്ങൾ രുചിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും രോഗത്തിൽ, ഏതെങ്കിലും പ്രയാസത്തിൽ, സാമ്പത്തികമായ കടക്കിണിയിൽ, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൊക്കെ ആയിരിക്കാം. എന്തെല്ലാമായിരുന്നാലും നമ്മെ താങ്ങി നിർത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം വീണു പോകാമായിരുന്ന സാഹചര്യങ്ങളേറെയാണ്, നാം തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങളേറെയാണ്. എന്നാൽ അവിടെയെല്ലാം നമ്മെ കൈപിടിച്ചുയർത്തിയ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിൻ്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തളരാതെ നിൽപ്പാൻ ദൈവം നിന്നോട് ഇന്ന് പകൽ ആഹ്വാനം ചെയ്യുക. ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയേക്കാം, ഉറ്റവരുടെവരെല്ലാം നിന്നെ മറന്നേക്കാം. ജീവിതത്തിൽ ഇന്നലകളിലുണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ട് ഇന്നൊരു പക്ഷേ നിനക്ക് കണ്ണുനീരായിരിക്കാം. എന്തെല്ലാമായിരുന്നാലും നിന്നെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, അവൻ ദൂരസ്ഥനായ ദൈവമാണെങ്കിലും അവൻ നമുക്ക് സമീപസ്ഥനാണെന്ന് പറയുന്നത്. അത് ഈ സമീപസ്ഥനായ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ ഇന്ന് പകൽ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്, സർവശക്തനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ചാരത്തോടി എത്തുന്നവനാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് നമ്മൾ അവകാശികളാണ്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ജീവിതം നാം അല്ലെങ്കിൽ മടുത്തു എന്ന് പറഞ്ഞ് ഭീരുവിനെ പോലെയായി ഇവിടെ ജീവിതം തകർത്ത് കളയാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആ യേശുവിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. അങ്ങനെ നമ്മൾ യേശുവിലാണെങ്കിൽ, യേശു നമ്മിലേക്ക് വന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം യേശു അങ്ങേറ്റെടുക്കും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ കേരളത്തിലോ ഭാരതത്തിലോ ഭൂമിയുടെ ഏതെങ്കിലും മൂലയിലോ നിങ്ങൾ കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നത് നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, നീ ഭാരപ്പെട്ടു പോകരുതെന്നാണ് എനിക്ക് വീണ്ടും പറയുവാനുള്ളത്. ഞാൻ അനവധി ആളുകളെ ഓരോ ദിവസവും അഭിമുഖീകരിക്കാറുണ്ട്. ഞാനൊരു ദൈവവചന ശുശ്രൂഷകനായതുകൊണ്ട്, സുവിശേഷകനായതുകൊണ്ട്, അത് പലർക്കും അറിയാവുന്നത് കൊണ്ട് അവരുടെ ഓരോ പ്രശ്നങ്ങളും എന്നോട് പറയാറുണ്ട്. ഞാൻ പക്ഷേ ആ വിഷയങ്ങളെ കേട്ടിട്ട് ആ മനുഷ്യനെ സ്വാന്തനിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഞാനൊരു മനുഷ്യനാണ്, ഞാനും നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ളവനാണ്. എന്നാൽ എന്നിലും നിന്നിലും വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സമീപസ്ഥനായി നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി യേശു നമ്മോട് സംസാരിക്കുമെന്ന് പറയും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പേര് ആശ്വാസം പ്രാപിച്ചവരുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി കണ്ണുനീരോടെ തൻ്റെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ അവർക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ആ സഹോദരി ആശ്വസിപ്പിച്ചു. അങ്ങനെ എത്ര സംഭവങ്ങൾ. നിങ്ങളും ഇങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത് അവൻ സമീപസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവൻ ദൂരസ്ഥനായ ദൈവമാണ്. അപ്പോൾ തന്നെ അവൻ നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തകരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സകല ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കണ്ണുനീരിൻ്റെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും ദുഃഖത്തിൻ്റെ നടുവിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവമേ അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ. ആരും തകർന്ന് നിരാശപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സമീപസ്ഥനായ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.